ഹലോ ഗൈസ്, ഞാനിപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്നറിയോ? നമ്മുടെ ഇവിടെ കപ്പ വാട്ടാൻ പോവുകയാണേ. കപ്പ പറിച്ചിട്ട് അത് വാട്ടി വെക്കാനാണ് കേട്ടോ. അപ്പോൾ എത്ര വർഷം വേണേലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ ഇതാ കപ്പ വാട്ടാനായിട്ട് ഇവിടെ കപ്പയൊക്കെ പറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കപ്പയെല്ലാം പറിച്ച് ഇപ്പം കഴുകിയെടുക്കുവാണേ. ഇതെല്ലാം ഒന്ന് മണ്ണ് കാണുമല്ലോ നിറച്ചും. അപ്പോൾ ആ മണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുവാണ് കേട്ടോ. കഴുകിയെടുത്തിട്ട് നമ്മളതിൻ്റെ തൊലി കളയണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 അക്കന്മാരുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ വീട്ടിൽ പണിക്ക് വരുന്ന 2 അക്കന്മാരാണ് കേട്ടോ. അപ്പോൾ അവർ തൊലിയൊക്കെ പൊളിച്ച് തരുന്നുണ്ട്. പിന്നെ ഞങ്ങളും കൂടി, ഞാനും മമ്മിയും പിന്നെ എൻ്റെ മാമനും ഉണ്ട്. അതായത് മമ്മിയുടെ ആങ്ങളെയാണ് കേട്ടോ. അപ്പം മാമനും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് കപ്പ വാട്ടാനുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി തൊലിയൊക്കെ പൊളിച്ചെടുക്കുവാണ്. ചിലതിൻ്റെയൊക്കെ തൊലി പൊളിഞ്ഞിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ചിലതൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഒന്നോടെ ഇതാക്കന്മാർ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനി നമ്മൾ കഴുകുന്നില്ല, അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കഴുകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലി പൊളിച്ചിട്ട് ഒന്നോടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞെടുക്കുന്നത് ഞാനും മമ്മിയും പിന്നെ മാമനും കൂടെയാണ് കേട്ടോ. കാരണം അക്കന്മാർക്കത് അരിയാൻ അറിയത്തില്ല. കാരണം കർണാടകയിൽ ഇങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ. അങ്ങനെ കന്നഡക്കാർക്കൊന്നും അങ്ങനെ അറിയത്തില്ല ഈ കപ്പ വാട്ടുന്ന പരിപാടി. ഇപ്പോൾ അവർ ഇത് കപ്പ കൃഷി ചെയ്യാനും പിന്നെ പുഴുങ്ങി തിന്നാനൊക്കെ അറിയാം. അല്ലാതെ ഇതുപോലെ അവർ അരിഞ്ഞ് വാട്ടി ഉണങ്ങി വെച്ചിട്ടൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും അവർക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അരിയാനും അവർക്കറിയത്തില്ല. അതുകൊണ്ട് ഇതാ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ അരിയുന്നത്. എന്നാലും കുഴപ്പമില്ല. ഞാനും മമ്മിയും മാമനൊക്കെ കൂടി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് അരിയുമ്പോൾ ഒരേ വലുപ്പത്തിൽ അരിയണമല്ലോ, ഇല്ലെങ്കിൽ അത് ചിലത് വെന്തു പോവും, ചിലത് വേവാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അരിയുമ്പോൾ നമ്മൾ ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഞങ്ങളിത് വട്ടമൊക്കെ ആയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാ വേറൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാനായിട്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതി മുക്കാൽ വേവ് ആകുമ്പോഴത്തേനും നമ്മളത് വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം കേട്ടോ. കാരണം വെന്ത് പോകരുത്. വെന്ത് പോയാൽ പിന്നെ കൊള്ളത്തില്ല, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പകുതി മുക്കാൽ വേവ് ആകുമ്പോഴത്തേനും നമ്മളതിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. ഒരു ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുവേ, അപ്പോൾ തന്നെ നമ്മളതിൽ നിന്ന് കോരിയെടുക്കണം. പിന്നെ മലയാളികളോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കപ്പ വാട്ടുന്നതല്ലേ, ഇത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കപ്പ വാട്ടിയിട്ട് നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണേ. എന്നിട്ടത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കെട്ടി കാറ്റ് കയറാണ്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലുണ്ടല്ലോ വർഷങ്ങളോളം നമുക്ക് ഇതുപോലെ കേടാകാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ കപ്പ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുഴുങ്ങി തിന്നുമൊക്കെ ചെയ്യാവേ. കുഴച്ച് പുഴുങ്ങുമോ അല്ലാതെ പുഴുങ്ങുമോ എങ്ങനെ വേണേലും നമുക്ക് പുഴുങ്ങി തിന്നാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചക്കപ്പ തിന്നും പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.